കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അത്ര സന്തോഷം നൽകുന്ന അപ്ഡേറ്റുകളൊന്നുമല്ല നിലവിൽ റൂമർ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ നിലവിലെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് കോറു സിംഗ് എന്ന് പറയുന്ന 18 വയസ്സുകാരൻ. ISLൽ വളരെ മികച്ച പ്രകടനം, 17 മത്സരങ്ങൾ അദ്ദേഹം കളിക്കുകയുണ്ടായി. ആ 17 മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 2 ഗോളുകളും 4 അസിസ്റ്റുകളും നേടി ഈ ഒരു സീസൺ മിന്നിത്തിളങ്ങിയ, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മിന്നിത്തിളങ്ങിയ ഒരു സ്റ്റാർ ഐക്കൺ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോറു സിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഈ ഒരു മികച്ച പ്രകടനം കൊണ്ട് തന്നെ ടീമിൻ്റെ മാനേജ്മെൻറ്റ് 2029 വരെയുള്ള ഒരു ലോങ് ടേം കോൺട്രാക്റ്റ് അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. അതായത് 2029 വരെ കോറു സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കരാർ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് നിലവിൽ ഡെൻമാർക്കിലെ സൂപ്പർ ലീഗ്, അതായത് ഡാനിഷ് സൂപ്പർ ലീഗ് എന്ന് പറയുന്ന ലീഗിലെ ബ്രോൺബൈ IF എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് കോറു സിംഗിൽ ഇൻട്രസ്റ്റഡ്, അഥവാ കോറു സിംഗിനെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണ് എന്ന തരത്തിലുള്ള റൂമറുകൾ നിലവിൽ പുറത്തേക്ക് വരുന്നത്. താരത്തെ ഒരുപക്ഷെ ടീമിലേക്ക് എത്തിക്കുക, കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും കോൺട്രാക്റ്റ് ഉള്ളതിനാൽ തന്നെ ലോൺ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും താരത്തെ ടീമിലേക്ക് എത്തിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അത്ര സന്തോഷം നൽകുന്ന അപ്ഡേറ്റ് ഒന്നുമല്ല ഇത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞൊരു സീസണിൽ ടീമിൽ മിക്ക പ്ലേയേഴ്സും മോശം പ്രകടനം കാഴ്ചവെച്ചപ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളിൽ ഒരാളായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യങ് സ്റ്റാറായിട്ടുള്ള കോറു സിംഗ്. സോ ഇദ്ദേഹം ടീം വിടുമോ, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഇദ്ദേഹത്തെ ലോണിന് മറ്റൊരു ക്ലബിലേക്ക് അയക്കുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. കാരണം ഇത്രയും നല്ലൊരു യങ് സ്റ്റാറിനെ വിട്ടുകൊടുക്കുമോ എന്ന കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.